Hi all, welcome to Study with PSC 10th Prelims Previous Year Maths Questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? സൊല്യൂഷൻ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ 11ന് ശേഷം വരുന്ന സംഖ്യകളുടെ ഗുണിതം അല്ലെങ്കിൽ അതുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 12 എന്ന് വെച്ചാൽ 4 × 3 6 × 2 പിന്നെ ഒരു കോമ്പിനേഷൻ ഉള്ളത് 12 × 1 ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യനെ ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ ഉള്ള കോമ്പിനേഷൻ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ 2 കോമ്പിനേഷനാണ് 12-നുള്ളത്, 4, 3, 6, 2. ഇതിൽ കോ പ്രൈം ആയിട്ട് വരുന്ന സെറ്റ് ഏതെന്ന് നോക്കുക. കോ പ്രൈം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ HCF അല്ലെങ്കിൽ ഉസാക 1 ആയിട്ട് വരുന്നത് ഏതാണോ അതായിരിക്കും കോ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇവിടെ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 4, 3 ആണ്. 4ന്റെ 3ന്റെ ഉസാക 1 ആണ്. 6ന്റെ 2ന്റെ ഉസാക 2. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. കോ പ്രൈം സെറ്റ് ഏതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അത് 4, 3 ആണ്. അപ്പൊ ഇവിടെ 4ന്റെ 3ന്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും 12ന്റെ ഗുണിതം. അത് നോക്കിയാൽ മതി. 4ന്റെ ഗുണിതമാവണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ രണ്ടക്കം 0-മോ 4ന്റെ ഗുണിതമോ ആയിരിക്കണം. 3ന്റെ ഗുണിതമാവണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3-ഓ 3ന്റെ ഗുണിതമോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 4ന്റെയും 3ന്റെയും ഗുണിതമായിട്ട് വരുന്ന സംഖ്യ ഏതെന്ന് നോക്കുക. ഓപ്ഷൻ എയില് അവസാനത്തെ രണ്ടക്കം 72 ആണ്. 72 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്. 18 × 4 ആണ് 72. അപ്പൊ 4ന്റെ ഗുണിതമാണ്. ഇനി 3ന്റെ ഗുണിതാണോ നോക്കാം. അക്കങ്ങളുടെ തുക 4 × 10, 7, 17, 2, 19. 3ന്റെ ഗുണിതമല്ല. 4ന്റെ ഗുണിതമാണ്, 3ന്റെ ഗുണിതമല്ല. അപ്പൊ ഇത് 12ന്റെ ഗുണിതമല്ല. 12ന്റെ ഗുണിതമാവണമെങ്കിൽ 4ന്റെയും 3ന്റെയും ഗുണിതമാവണം. അടുത്തത് ഓപ്ഷൻ ബി. അവസാനത്തെ രണ്ടക്കം 48. 48 4ന്റെ ഗുണിതമാണ്. 12 × 4 ആണ് 48. ഇനി 3ന്റെ ഗുണിതാണോ നോക്കാം. അക്കങ്ങളുടെ തുക 3, 2, 5, 4, 9, 8, 17. അക്കങ്ങളുടെ തുക 17 ആണ്. അത് 3ന്റെ ഗുണിതമല്ല. അപ്പൊ ഇത് 12ന്റെ ഗുണിതമല്ല. അടുത്തത് ഓപ്ഷൻ സി. അവസാനത്തെ രണ്ടക്കം 24 ആണ്. 24 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതമാണ്. 6 × 4 ആണ് 24. ഇനി 3ന്റെ ഗുണിതാണോ നോക്കാം. 3, 9, 12, 2, 14, 4, 18. 18 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണ്. അപ്പൊ ഇവിടെ 3924 എന്ന് പറയുന്നത് 4ന്റെയും 3ന്റെയും ഗുണിതമായ സംഖ്യയാണ്. അപ്പൊ അത് 12ന്റെയും ഗുണിതമാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 3924. അടുത്ത ക്വസ്റ്റ്യൻ, 7.52 + 4.05 എത്ര? സൊല്യൂഷൻ. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 2 + 5 7, 5 + 0 5, 7 + 4 11, 11.57. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 0.0657 - 0.00657 എത്ര? സൊല്യൂഷൻ. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 0.0657 - 0.00657. സബ്ട്രാക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ മുകളിലത്തെ സംഖ്യ താഴത്തെ സംഖ്യയെക്കാളും വലുതാണെങ്കിൽ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. മുകളിലത്തെ സംഖ്യ താഴത്തെ സംഖ്യയെക്കാളും ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 കൊടുത്തിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതെങ്ങനെ നോക്കാം. ഇവിടെ മുകളിൽ സംഖ്യ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മുകളിൽ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ 0 7നേക്കാളും ചെറുതാണ്. അതായത് മുകളിലത്തെ സംഖ്യ താഴത്തെ സംഖ്യയെക്കാളും ചെറുതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ ഒരു 1 കൊടുക്കണം. അപ്പൊ എന്ത് വരും? 10 ആകും. 10 - 7 3. എന്നിട്ട് ഇവിടെ ഒരു 1 കൊടുത്തല്ലോ. ആ 1 ഇതാ ഇവിടെ കൂട്ടണം ഈ ഭാഗത്ത്. അപ്പൊ ഇത് 5, 1, 6 വരും. അപ്പൊ 7 - 6 1. അടുത്തത് ഇവിടെ മുകളിൽ 5 താഴെ 6 ആണ്.
അപ്പൊ മുകളിലത്തെ സംഖ്യ താഴത്തെ സംഖ്യയേക്കാൾ ചെറുതാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 കൊടുക്കണം. അപ്പൊ അത് 15 ആവും. 15 മൈനസ് 6 9. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 കൊടുത്താൽ അത് ഇവിടെ കൂട്ടണം. അപ്പൊ ഇത് 0 പ്ലസ് 1 1. അപ്പൊ 6 മൈനസ് 1 5. ഇനി ഇവിടെ 0 മൈനസ് 0 0. പോയിന്റ് ഇട്ടു. പിന്നെ 0 മൈനസ് 0 0. അപ്പൊ ഇതിന്റെ ഉത്തരം 0.0591 ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 0.02 ഇൻറ്റു 0.4 ഇൻറ്റു 0.1 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഈ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ സംഖ്യകൾ മാത്രം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര പൊസിഷൻസ് ഉണ്ടോ അത്രയും പൊസിഷൻസ് ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി ഒരു പോയിന്റ് ഇടുക. അപ്പം ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ സംഖ്യകൾ മാത്രം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് 2 ഇൻറ്റു 4 ഇൻറ്റു 1 8 എന്ന് വരും. എന്നിട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം ക്വസ്റ്റ്യനിൽ എത്ര പൊസിഷൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഇത് 2 2 1 3 1 4 പൊസിഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 4 പൊസിഷൻസ് ലെഫ്റ്റിലോട്ട് മാറ്റി ഒരു പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ ഒരു പൊസിഷനേ ഉള്ളൂ. അപ്പം ബാക്കി 3 പൊസിഷൻസും കൂടെ വേണം. അതിനായിട്ട് 3 0 ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ടു. അപ്പൊ ഇത് 0.0008. ഇതാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? സൊല്യൂഷൻ. ഇവിടെ ഒരു നിശ്ചിത തുക എക്കും ബിക്കും ആയിട്ട് 4:12 എന്ന അനുപാതത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. അതായത് A:B എന്ന് പറയുന്നത് 4:12 ആണ്. ബിക്ക് ലഭിക്കുന്നത് എത്ര ഭാഗമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആകെ ഭാഗം എന്ന് പറയുന്നത് 4 + 12. ടോട്ടൽ എന്ന് പറയുന്നത് 16. 16-ല് 4 ഭാഗം എക്ക് ലഭിക്കും. ബിക്ക് 16-ല് 12 ഭാഗം ലഭിക്കും. അപ്പൊ ബി ഈസ് ഈക്വൽ ടു 16-ൽ 12. ഇതിനെ ഒന്ന് ഷോർട്ട് ഫോം ആക്കാം. 4 കൊണ്ട് വെട്ടാം. 4 3 12 4 4 16. 4-ൽ 3 ഭാഗമാണ് ബിക്ക് ലഭിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 4-ൽ 3. അടുത്ത ക്വസ്റ്റ്യൻ 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. മൂന്നാമന്റെ വയസ്സ് എത്ര? സൊല്യൂഷൻ. 3 പേരുടെ ആകെ വയസ്സിൽ നിന്ന് 2 പേരുടെ ആകെ വയസ്സ് കുറച്ചാൽ മൂന്നാമന്റെ വയസ്സ് കിട്ടും. അപ്പൊ ഇവിടെ 3 പേരുടെ ശരാശരി വയസ്സ് 13 ആണ്. അപ്പൊ 3 പേരുടെ ആകെ വയസ്സ് 13 ഇൻറ്റു 3 39. ആവറേജ് അല്ലെങ്കിൽ ശരാശരി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പം ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇവിടെ ആവറേജ് ഇൻറ്റു നമ്പർ വന്നു. അങ്ങനെയാണ് 39 വന്നത്. ഓക്കെ. അപ്പൊ അടുത്തത് 2 പേരുടെ ശരാശരി വയസ്സ് 14 ആണ്. അപ്പൊ 2 പേരുടെ ടോട്ടൽ വയസ്സ് 14 ഇൻറ്റു 2 28. അപ്പൊ മൂന്നാമന്റെ വയസ്സ് എന്ന് പറയുമ്പോൾ 39 മൈനസ് 28 11. 11 ആണ് മൂന്നാമന്റെ വയസ്സ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്ര? സൊല്യൂഷൻ. ഇവിടെ 2 ഡിസ്കൗണ്ടുകൾ തന്നിട്ടുണ്ട്. തുടർച്ചയായ 2 ഡിസ്കൗണ്ടുകൾ. D1 35%, D2 10%. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 1170. കോസ്റ്റ് പ്രൈസ് യഥാർത്ഥ വില കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെല്ലിംഗ് പ്രൈസും ഡിസ്കൗണ്ടും തന്നാൽ
കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് സെല്ലിംഗ് പ്രൈസും ലോസും തന്നാൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്, അതേ ഫോർമുല തന്നെ. ഇവിടെ ഡിസ്കൗണ്ട് ആണെന്നേ ഉള്ളൂ, രണ്ടും കുറവാണല്ലോ, ഡിസ്കൗണ്ടും ലോസ് എന്ന് പറയുമ്പോൾ കുറവാണല്ലോ. ഓക്കെ, അപ്പൊ ഇത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് പ്രൈസ് സി പി ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് D1. ഇവിടെ രണ്ട് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ അത് 100 ഇൻറ്റു 100 മൈനസ് D2. ഇവിടെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ യഥാർത്ഥ വില ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 1170 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് D1. 100 മൈനസ് 35 65 ഇൻറ്റു 100 മൈനസ് D2. D2 10%, അപ്പൊ 100 മൈനസ് 10 90. സോൾവ് ചെയ്യുക. 0 0 വെട്ടി 5 കൊണ്ട് വെട്ട 5 13 65 5 20 100 13 9 117 9 9 വെട്ടി. അപ്പൊ ഇത് 20 ഇൻറ്റു 100 2000. 2000 ആണ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ യഥാർത്ഥ വില. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 2000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തു എങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്ര? സൊല്യൂഷൻ, ദൂരം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, അതായത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ രണ്ട് സ്പീഡുകൾ തന്നിട്ടുണ്ട്, ഒരെണ്ണം വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും മറ്റൊന്ന് ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലേക്കും. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സ്പീഡാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സ്പീഡ് S1 S2 ആയിട്ട് എടുത്താൽ S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ഇൻറ്റു ടൈം ആയിരിക്കും ഡിസ്റ്റൻസ്. അതായത് ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നതുകൊണ്ടാണ് S1 പ്ലസ് S2 എന്ന് വന്നത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ S1 30 S2 20 ടൈം 5 മണിക്കൂർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 ഇൻറ്റു 20 30 പ്ലസ് 20 50 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 60 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, പുഴയിൽ ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിലും അനുകൂലമായി അതിലിരട്ടി വേഗത്തിലും ഒരു ബോട്ട് നീങ്ങുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എന്ത്? സൊല്യൂഷൻ, നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു A പ്ലസ് B. A എന്ന് വെച്ചാൽ ഒഴുക്കിന് എതിരെയുള്ള വേഗതയാണ്, B ഒഴുക്കിന് അനുകൂലമായ വേഗതയാണ്. ഇവിടെ A ഒഴുക്കിന് എതിരെയുള്ള വേഗത 8 കിലോമീറ്റർ പെർ അവർ ആണ്. ഒഴുക്കിന് അനുകൂലമായ വേഗത ഇതിന്റെ ഇരട്ടിയാണ്. അപ്പൊ എയുടെ ഇരട്ടിയാണ് B. അതായത് 8 ഇൻറ്റു 2 16 കിലോമീറ്റർ പെർ അവർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 പ്ലസ് 16 24/2 12 കിലോമീറ്റർ പെർ അവർ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? സൊല്യൂഷൻ, ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിച്ചു. അതായത് A:B എന്ന് പറയുന്നത് 8:2 ആണ്. അപ്പൊ ഇവിടെ ആകെ 8ഉം 2ഉം 10 ഭാഗമാണ് ഉള്ളത്. ടോട്ടൽ 10 ഭാഗം. എക്ക് ലഭിക്കുന്നത് 10ൽ 8 ഭാഗമാണ്. ബിക്ക് ലഭിക്കുന്നത്
10ൽ 2 ഭാഗമാണ്. എക്ക് ബിയേക്കാൾ എത്ര ഭാഗമാണ് കൂടുതൽ കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും എക്ക് ബിയേക്കാൾ കൂടുതൽ കിട്ടുന്നത്. അപ്പം 10ൽ 8 മൈനസ് 10ൽ 2 ഇസ് ഈക്വൽ ടു 10ൽ 6 ഇസ് ഈക്വൽ ടു 5ൽ 3 ഭാഗമാണ് കൂടുതൽ കിട്ടുന്നത്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവിഷൻ, ഡി എന്നാൽ ഇൻറ്റു ആയാൽ 20C, 5A, 3B, 4D, 2 എത്ര? സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന പോലെ സൈന് എക്കും ബിക്കും സിക്കും ഡിക്കും കൊടുക്കുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ സിക്ക് ഡിവിഷൻ, അപ്പൊ ഇത് 20 ഡിവൈഡഡ് ബൈ 5, എക്കാണെങ്കിൽ മൈനസ് 5 മൈനസ് 3, ബിക്ക് പ്ലസ് 3 പ്ലസ് 4, ഡിക്കാണെങ്കിൽ ഇൻറ്റു 4 ഇൻറ്റു 2. ഇനി ഇത് സോൾവ് ചെയ്യുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതുപോലെയുള്ള കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ് മാസ് റൂൾ വെച്ചിട്ടാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ 20/5 4, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 4 ഇൻറ്റു 2 8, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ ഇത് 8 പ്ലസ് 4 12, 12 മൈനസ് 3 9. ഓപ്ഷൻ എ 9 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ 360, 120, 30, 6 ഡാഷ് വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 3 ആണ് 120. അതുപോലെ 120 ബൈ 4 ആണ് 30. 30 ബൈ 5 ആണ് 6. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇനി അടുത്തതോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് 6 ബൈ 6 ഈസ് ഈക്വൽ ടു 1 ആണ് അടുത്ത സംഖ്യ. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടറിനെ RFUV QNPC എന്ന് എഴുതാമെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതാം? സൊല്യൂഷൻ. കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് RFUV QNPC എന്ന് എഴുതിയത്, അതുപോലെ മെഡിസിനെ മാറ്റുക. അപ്പൊ ഇതെങ്ങനെ വന്നിരിക്കുന്നു നോക്കാം. ഇവിടെ ഈ ലാസ്റ്റ് ലെറ്റർ ആണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ 6 ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. പിന്നെ E+1 F ആയി, T+1 U ആയി, U+1 V ആയി, P+1 Q ആയി, M+1 N ആയി, O+1 P ആയി. പിന്നെ ഇവിടുത്തെ C ആയിട്ട് തന്നെ വന്നത്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ ആയി മാറി. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിനെ മാറ്റാം. ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് ആദ്യം മാറ്റണം. അപ്പൊ ഇവിടെ E എന്നുള്ളത് E തന്നെ വരും ഇങ്ങോട്ട്. അടുത്തത് ഇവിടെ N+1 എഴുതുക. N+1 O. അതുപോലെ I+1 J. അതുപോലെ C+1 D, I+1 J, D+1 E, E+1 F. M അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആൻസർ ഇതാണ് EO JD JE FM. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ ഒന്നാമത് വരുന്ന വാക്ക് ഏത്? സൊല്യൂഷൻ. ഇവിടെ 4 വാക്കുകളുണ്ട്. അപ്പൊ ഏതാ ഒന്നാമത് വരുന്നത് നോക്കാം.
ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ ഓർഡറിൽ ആദ്യം വരുന്ന ലെറ്റേഴ്സ് വീതം നോക്കി നോക്കി പോവുക. ഓക്കെ, അങ്ങനെയായിരിക്കും ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഈ 4 വാക്കുകളിലും SUN ഇത് കോമൺ ആണ്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞുള്ള ലെറ്റർ വെച്ച് നോക്കാം. ഓപ്ഷൻ എയിലാണെങ്കിൽ 4ാമത്തെ വാക്ക് ഐ ആണ്. ഓപ്ഷൻ ബിയിൽ ഇ, സിയിൽ ഇ, ഡിയിൽ ഇ. അപ്പം ഇക്ക് ശേഷമാണ് ഐ വരുന്നത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ അല്ല. ഓക്കെ, അപ്പൊ ഇനി BCD നോക്കാം. BCDയിൽ എസ് തൊട്ട് ടി വരെയുള്ളത് ഒരുപോലെയാണ്. SUNEET വരെ, SUNEET വരെയുള്ളത് ഒരുപോലെയാണ്. ഓക്കെ, അപ്പൊ ഇനി ടി കഴിഞ്ഞുള്ളത് നോക്കാം. ടി കഴിഞ്ഞ് ഓപ്ഷൻ ബിയിൽ എച്ച് ആണ്, സിയിൽ ഐ ആണ്, ഡിയിൽ എച്ച് ആണ്. ബിയിലും ഡിയിലും എച്ച് ആണ് വന്നിരിക്കുന്നത്, സിയിൽ ഐ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എച്ചിന് ശേഷമാണ് ഐ വരേണ്ടത്. അപ്പൊ സിയും അല്ല. ഓക്കെ, അപ്പൊ ഇനി ബിയും ഡിയും ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എച്ച് വരെ സെയിമാണ്. ഇനിയിപ്പം ഓപ്ഷൻ ഡിയിലാണെങ്കിൽ ഐ ആണുള്ളത്, ബിയിലാണെങ്കിൽ വൈ ആണുള്ളത്. ഐക്ക് ശേഷമാണ് വൈ വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ഇവിടെ ബി ആയിരിക്കും. തേർഡ് വേർഡ് എന്ന് പറയുന്നത് സി ആയിരിക്കും. ഫോർത്ത് വേർഡ് എന്ന് പറയുന്നത് എ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത്? സൊല്യൂഷൻ. ഈ ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും വാക്കുണ്ടോ എന്ന് നോക്കുക. അതായിരിക്കും ഈ ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാത്തത്. അപ്പൊ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഓപ്ഷൻ ഡിയിൽ ആക്ഷനിൽ ഒരു സി ഉണ്ട്. സി ഈ ഡിസെമിനേഷൻ ഇല്ല. അപ്പം ഈ വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയാത്തത് ഈ ആക്ഷൻ എന്ന വാക്കാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ നിന്നും ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. ഏഷ്യ, അർജന്റീന, ആഫ്രിക്ക, ഓസ്ട്രേലിയ. സൊല്യൂഷൻ. ഇവിടെ ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇത് 3 ഭൂഖണ്ഡങ്ങളാണ്. അർജന്റീന ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടുത്തെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി അർജന്റീനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ലേക്ക്, പോണ്ട്, പൂള്, ബ്രൂക്ക്. സൊല്യൂഷൻ. ഇവിടെ ലേക്ക് എന്ന് വെച്ചാൽ തടാകം, പോണ്ട് കുളം, പൂള് നീന്തൽക്കുളം അല്ലെങ്കിൽ കുളം. പൂൾ എന്ന് വെച്ചാൽ കുളന്നുമുണ്ട് നീന്തൽക്കുളന്നുമുണ്ട്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അടുത്തത് ബ്രൂക്ക് എന്ന് വെച്ചാൽ തോട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഒറ്റയാൻ. അതായത് തോട്ടിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പോണ്ടിലും ലേക്കിലും പൂളിലും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ബ്രൂക്കാണ് ഒറ്റയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് അച്ഛന്റെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇയർ ഇൻറ്റു T1 - 1 ഡിവൈഡഡ് ബൈ T1 - T2. ഇവിടെ ഇയർ എന്ന് വെച്ചാൽ വർഷം, T1 T2 ടൈംസ് ആണ്, അതായത് എത്ര മടങ്ങാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ അച്ഛനും മകനുമാണ്. അപ്പം മകനാണ് ഇവിടുത്തെ പ്രായം കുറഞ്ഞ ആള്. അപ്പം മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ഈ ഫോർമുലയിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇയർ വർഷം തന്നിരിക്കുന്നത് 5 വർഷം. ഈ ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് T1. അപ്പൊ ഇവിടെ 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടിയായിരുന്നു. അപ്പൊ T1 എന്ന് വെച്ചാൽ 4, T2 ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. T2 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം മകന്റെ ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. അപ്പൊ സൺസ് ഏജ്, മകന്റെ ഇപ്പോഴത്തെ
വയസ്സ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3. ഇത് 5 ഇൻറ്റു 3 ബൈ 1 15. ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. അപ്പൊ അച്ഛന്റെ ഏജ്, ഫാദേഴ്സ് ഏജ് 15 ഇൻറ്റു 3 45. ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8ാമത്തെ ആളും പ്രിയ പുറകിൽ നിന്ന് 6ാമത്തെ ആളും ആണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? സൊല്യൂഷൻ. ഇടയിലുള്ള ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ആകെയുള്ള ആളുകളിൽ നിന്ന് ഈ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കുറച്ചാൽ മതി. അപ്പോൾ അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം മിഡിലുള്ള ആളുകൾ, ഇടയിലുള്ള ആളുകൾ എം ഇസ് ഈക്വൽ ടു ആകെ ആളുകൾ ടോട്ടൽ ടി മൈനസ് 2 ഡിഫറെൻ്റ് പൊസിഷൻസ് എയും ബിയും, അത് എ പ്ലസ് ബി. അപ്പോൾ എം ഇസ് ഈക്വൽ ടു ടി മൈനസ് എ പ്ലസ് ബി. ടോട്ടൽ ടി ഇവിടെ 25, എ 8, ബി 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഈസ് ഈക്വൽ ടു ഇടയിലുള്ള ആളുകളുടെ എണ്ണം 25 മൈനസ് 8 പ്ലസ് 6, 25 മൈനസ് 14 11. ഇടയിലുള്ള ആളുകൾ 11. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.